രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യഹർജി നാളെ ഹൈക്കോടതി പരിഗണിക്കുകയാണ്. അതേസമയം രാഹുൽ ഈശ്വറിൻ്റെ ജാമ്യഹർജിയിൽ നാളെ വാദം തുടരുകയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുപോലും പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ജനകീയ പൊതുപ്രവർത്തകനും MLAയുമാണ്. വാസ്തവത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ തലപ്പത്ത് വന്നതിന് ശേഷമാണ് യൂത്തന്മാരിൽ ഒരു ഉണർവും ഓജസ്സുമൊക്കെ പൊതുജനത്തിന് ഫീൽ ചെയ്തു തുടങ്ങിയത്. അദ്ദേഹത്തിൽ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിയെ വരെ കണ്ടതിൽ ഒരു തെറ്റും പറയാനില്ല. അത്രയേറെ മികച്ച ഒരു നേതാവായിരുന്നു മാങ്കൂട്ടത്തിൽ. പക്ഷേ പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മാവിന് പോലും തടയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അക്ഷരം പ്രതി രാഹുലിൻ്റെ കാര്യത്തിൽ സംഭവിക്കുകയായിരുന്നു. ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട മിനിമം മര്യാദ പോലും അദ്ദേഹം തൻ്റെ വ്യക്തി ജീവിതത്തിലെ സ്ത്രീപക്ഷത്തോട് കാണിച്ചില്ല. അതിൻ്റെ ശിക്ഷ ഇടുത്തിയായി അദ്ദേഹത്തിൻ്റെ മേൽ ഒരുമിച്ച് പതിക്കുകയായിരുന്നു. പക്ഷേ ഇതേ തെറ്റും കുറ്റവുമൊക്കെ ചെയ്ത നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും സ്വന്തം പാർട്ടിയിലും മറ്റു പാർട്ടികളിലും പൊതുരംഗത്തുമായി വിലസുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മാപ്രക്കൂട്ടങ്ങൾക്ക് അറിയുകയും ചെയ്യാം. എന്നിട്ടും എന്തുകൊണ്ടാണ് മാങ്കൂട്ടത്തിനെ മാത്രം ഇത്ര ക്രൂരമായി ഒരു ദയവുമില്ലാതെ പിന്തുടരുന്നു എന്നത് മനസ്സിലാകുന്നില്ല. തെറ്റ് ചെയ്തവർക്ക് നിയമത്തിൻ്റെ മുന്നിൽ കീഴടങ്ങാനുള്ള അവസരമെങ്കിലും നൽകിക്കൂടെ? കടന്നൽ കൂട്ടങ്ങളെപ്പോലെ അദ്ദേഹത്തിൻ്റെ പുറകെ പായുന്നത് എന്തിനാണ്? കടുത്ത മാനസിക പ്രതിസന്ധിയിൽ അദ്ദേഹത്തെ എത്തിക്കുന്നതിലൂടെ എന്തെങ്കിലും മോശം കാര്യം സംഭവിക്കുമോ എന്ന് പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം പൊതുജനങ്ങളിൽ പലരും ഭയക്കുന്നുണ്ട്. നമ്മുടെ സ്ത്രീകൾ വിദ്യാസമ്പന്നരും വിവേകികളുമാണ്. എന്നിട്ടും വിവാഹ വാഗ്ദാന പീഡന പരാതികൾക്ക് ഒരു പഞ്ഞവുമില്ല. പ്രണയത്തിൽ അയക്കുന്ന സന്ദേശങ്ങളും പറയുന്ന വാക്കുകളുമൊക്കെ രണ്ടു കൂട്ടരും സൂക്ഷിച്ചു വയ്ക്കും, നാളെ പ്രണയം പൊളിഞ്ഞാൽ പക തീർക്കാൻ. ചങ്ങമ്പുഴയുടെ രമണൻ്റെ കയ്യിൽ അന്ന് ഈ വക സംവിധാനമൊന്നുമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് സ്വന്തം ജീവനൊടുക്കി സമാധാനിക്കാനേ കഴിയുമായിരുന്നുള്ളൂ. ഇന്നായിരുന്നേൽ ചന്ദ്രിക വിവരമറിഞ്ഞേനെ. എന്തായാലും മാധ്യമ വിചാരണയ്ക്കൊടുവിൽ കോടതിയിലേക്ക് അതിജീവിതന്മാരുടെ പരാതികൾ എത്തുമ്പോൾ കൊച്ചിയിലെ IT വ്യവസായി വേണു ഗോപാലകൃഷ്ണൻ പ്രതിയായ പീഡനക്കേസിൽ മധ്യസ്ഥതയ്ക്ക് സുപ്രീം കോടതി ഇന്ന് ഉത്തരവിട്ടതുപോലെ ഈ പരാതികളിലും അങ്ങനെ എങ്ങാനും സംഭവിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.